Hi everybody, welcome back to another episode. Thanks for all those comments and wishes from last few videos. It means a lot. ഇന്നിപ്പോൾ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ആസ് യു നോ ഇവിടെ സ്പ്രിങ് ഇങ്ങനെ പതുക്കെ സ്റ്റാർട്ടായി. ഇന്നാണെങ്കിൽ അടിപൊളി വെതറായിരുന്നു. ആസ് എ കനേഡിയൻ ഇപ്പോൾ ഞാനും ഇങ്ങനെ വെതറിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി കേട്ടോ. ഇന്ന് രാവിലെ 4:30 ആകുമ്പോഴത്തേക്ക് രാവിലെ കൊണ്ട് വിടുന്ന സമയത്ത് ഒരു രണ്ട് ഡിഗ്രി ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോൾ 6 ഡിഗ്രി ആയി. പിന്നെ ഉച്ചയ്ക്ക് ശേഷം 24, 25. ഇപ്പോൾ സമയം എത്രയാണെന്ന് അറിയാം. ഈ വെയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇറ്റ്സ് 6:10 ഇവിടെ ഇപ്പോൾ സമയം. ആൻഡ് ഇറ്റ്സ് ടെമ്പറേച്ചർ 24 ഡിഗ്രി. സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു ഡിയർ ലോർഡ് ഫോർ ദിസ് സൺലൈറ്റ്, ഫോർ ദിസ് വാം. സോ ബ്യൂട്ടിഫുൾ. ഇലകളൊക്കെ ഇങ്ങനെ അതേ പച്ചയായിട്ട് വരുന്നു. സോ ഇവിടെ ഭയങ്കര ഇപ്പോൾ ഫ്രഷ് ലുക്കാണ്. ഒരു പുതിയൊരു ലൈഫ് ബിഗിൻ ചെയ്യുന്ന പോലെ. അവിടെ മരങ്ങളിലൊക്കെ ചെറിയ മുട്ടുകൾ ഇട്ടിട്ടുണ്ട്. മരങ്ങളിലൊക്കെ ആണെങ്കിൽ ചെറിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര ഫ്രഷ് ലുക്കാണ്. കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഒട്ടുമിക്ക എല്ലാ മരങ്ങളും പൂക്കും. പല ചെറിയ ബ്ലോസംസ് ഉണ്ട്. അതുപോലെയുള്ള പല പൂക്കളുണ്ട്. വൈറ്റ് ഫ്ലവേഴ്സ്, പിങ്ക് ഫ്ലവേഴ്സ്, റെഡ് ഫ്ലവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ തന്നെ ഭംഗിയാണ്. വരവൾ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം അല്ലേ? ഇന്ന് ഞാൻ ഓർത്തു, എൻ്റെ ഈ ലൈഫ് ടൈമിൽ ഇൻ മൈ 20s ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഞാൻ എപ്പോഴും ലൈഫ് ലെസൺസിനെ കുറിച്ചൊക്കെ പറയുന്ന ആളാണ്. സോ എൻ്റെ 20s ഞാൻ പഠിച്ച ഒരു 20 ലൈഫ് ലെസൺസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ കാര്യം, മൂവിങ് അബ്രോഡ് ആക്ച്വലി മെയ്ഡ് മീ സോ സ്ട്രോങ്. ഈ ഒരു രാജ്യം എന്നെ വരവേറ്റത് ഞാൻ പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ലായിരുന്നു. ഒരുപാട് നാൾക്ക് ശേഷമുള്ള ഒരു തീരുമാനമായിരുന്നു കാനഡയിലേക്ക് മൂവ് ചെയ്യണം, പുതിയൊരു രാജ്യത്ത് പോയിട്ട് ജോലി വാങ്ങിക്കണം, ഇൻഡിപെൻഡൻ്റ് ആവണം എന്നൊക്കെ തീരുമാനിച്ചത്. ബട്ട് ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ കുറേ സ്ട്രഗിൾസ് ഉണ്ടല്ലോ, ജോലിയില്ലാതെ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ട്രീറ്റ് ചെയ്തൊരു രീതി, ഇറ്റ് ആക്ച്വലി മെയ്ഡ് മീ സോ സ്ട്രോങ്. കരഞ്ഞ ദിവസങ്ങളുണ്ട്, വിഷമിച്ച ദിവസങ്ങളുണ്ട്, ഹാപ്പി ആയ ദിവസങ്ങളുണ്ട്, എന്തോ ഇത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ച ദിവസങ്ങളൊക്കെ ഉണ്ട്. ബട്ട് അതൊക്കെ ആ ഒരു വിഷമമുള്ള കാലഘട്ടമൊക്കെ കടന്നു വന്നു. ഇപ്പോൾ ഇഫ് യു ആർ വൺ ഓഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ ആർ യു ഇൻ യുവർ സ്റ്റുഡൻറ്റ് പീരീഡ്, ട്രസ്റ്റ് മീ, ഇറ്റ് ഷാൾ ടു പാസ്. ലൈക്ക് എന്താ പറയുക, ആദ്യത്തെ കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടാവും. ബട്ട് അതിനുശേഷം നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു നല്ലൊരു ടൈം ആയിരിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അടുത്തത്, ഞാൻ ജോലിക്ക് ഇവിടെ ആദ്യകാലങ്ങളിൽ പാർട്ട് ടൈമായിട്ട് സ്റ്റുഡൻ്റായിട്ട് നിൽക്കുന്ന സമയത്ത് പാർട്ട് ടൈമായിട്ട് നമ്മൾ ഇവിടുത്തെ ഫീസ് അടയ്ക്കാനും റെൻ്റ് അടയ്ക്കാനും വേണ്ടിയിട്ട് നമ്മൾ ജോലിക്കൊക്കെ പോകുമല്ലോ. ഇവിടെ എനിക്ക് ആദ്യ സമയങ്ങളിൽ ഞാൻ 3 ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ ആരും അങ്ങനെ 3 ജോലിയൊന്നും ചെയ്തിട്ടില്ല. കാനഡയിൽ എപ്പോഴും ജോലിയൊന്നും ഇല്ല എന്ന് പറയുന്ന സമയത്തും ഐ ഹാൻഡിൽ മൾട്ടിപ്പിൾ ജോബ്സ്, 3ഉം 4ഉം ജോലിയും കോളേജും ഒക്കെ ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിനിലൂടെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ എന്താ, ഈവൺ ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ ശരി, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിലും ശരി, കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നു, നമ്മൾക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡിസിപ്ലിൻ. സോ സെയിം പേഴ്സൺസ് ഇസ് ഹാൻഡ്ലിങ് ഡിഫറെൻറ്റ് ജോബ്സ്, ഡിഫറെൻറ്റ് റോൾസ്. ഇപ്പോഴും അതൊക്കെ തന്നെയാണ്. അപ്പോൾ ജോലി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. കണ്ടൻറ് ക്രിയേഷൻ ഞാൻ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ആൻഡ് മാനേജിങ് എ ഹൗസ് ഹോൾഡ്, പ്രത്യേകിച്ച് ഇങ്ങനെ അബ്രോഡ് വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ തന്നെയാണല്ലോ ഓൾ ഇൻ ഓൾ. നമ്മൾ തന്നെ പോയി ഗ്രോസറി വാങ്ങിക്കണം, നമ്മൾ തന്നെ പോയി എല്ലാ കാര്യങ്ങളും, വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മാനേജ് ചെയ്യണം. സോ സ്റ്റിൽ ഐ എം ഹാവിങ്, ഞാൻ മാത്രമല്ല ഇപ്പോൾ ഇവിടെ ഒട്ടുമിക്കുള്ള എല്ലാവരും ഇതൊക്കെ തന്നെയായിരിക്കും. സോ ഹാൻഡ്ലിങ് മൾട്ടിപ്പിൾ റോൾസ് ആക്ച്വലി ടോട്ട് മീ ഡിസിപ്ലിൻ. സോ ലൈഫിൽ ഡിസിപ്ലിൻ അത്യാവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അവിടെ 2 പട്ടികൾ വെള്ളത്തിലിറങ്ങി നീന്തുക, കാണാൻ നല്ല രസമുണ്ട്. എൻ്റെ തൊട്ടടുത്ത് 2 താറാക്കോഴികൾ
വന്ന് കുളിക്കുകയാണ്. ഈ ഈ മൃഗങ്ങളും ഈ പക്ഷികളൊക്കെ ഈ വിൻ്റർ സമയത്ത് നമ്മൾ കാണുക പോലും ഇല്ല കേട്ടോ. ഇപ്പോഴൊക്കെ അങ്ങനെ പക്ഷികളൊക്കെ ഇങ്ങനെ ചിലയ്ക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്, അടുത്ത കാര്യം. ഇപ്പോൾ എനിക്ക് അങ്ങനെ വലിയ കുക്കിംഗ് ഭയങ്കരമായിട്ട് അറിയുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. ബട്ട് ഇവിടെ വന്ന് ഞാൻ കുക്കിംഗ് ഒക്കെ പതുക്കെ ഇങ്ങനെ പഠിച്ചു തുടങ്ങി. ഇപ്പോൾ എനിക്ക് കുക്കിംഗ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഭയങ്കര 10-18 മണിക്കൂറുകളൊക്കെ ജോലി ചെയ്ത മാസങ്ങളും വർഷങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ട് കേട്ടോ, സ്റ്റുഡൻറ്റ് പീരീഡ്. സോ ബട്ട് സ്റ്റിൽ വീട്ടിൽ വന്ന് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ കംഫർട്ട് ഫുഡ് കുക്ക് ചെയ്യുന്നതുണ്ടല്ലോ, ഇറ്റ്സ് കൈൻഡ് ഓഫ് തെറാപ്പി. ഇറ്റ് മേക്സ് മീ കാം, റിലാക്സിങ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഭക്ഷണത്തിന് സ്വാദ് കൂടുതലാണെന്ന് പറയുന്നത് വെറുതെ അല്ല, ഇറ്റ്സ് ട്രൂ. അതുപോലെ നെവർ സേ നോ ടു ന്യൂ എക്സ്പീരിയൻസസ്. ഒരു 10 കൊല്ലം മുമ്പ് ഇവിടെ വന്ന് ഞാനിങ്ങനെ കഷ്ടപ്പെടും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടെന്ന് അന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരില്ലായിരിക്കും. ബട്ട് പുതിയ പുതിയ അനുഭവങ്ങളോട് നമ്മൾ ഓക്കെ ആയിട്ട് നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുമല്ലോ. അവിടെ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠങ്ങളൊക്കെ വളരെ വലുതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിട്ടുന്ന ലൈഫ് ലെസൺസ് ഇസ് മോർ ദാൻ ലൈക്ക് നമുക്ക് പൈസ കൊടുത്താൽ കിട്ടാത്ത കുറേ അനുഭവങ്ങൾ, നമുക്ക് എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് വളരെ അനുഭവങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ഇന്ന് ഞാൻ എൻ്റെ സ്വിമ്മിങ് ക്ലാസ്സിനെ ഞാൻ ജോയിൻ ചെയ്തു. എനിക്ക് സ്വിം ചെയ്യാൻ അറിയില്ല. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ന്യൂ എക്സ്പീരിയൻസ്, വൈ നോട്ട്. അതുപോലെ ഞാനാണെങ്കിൽ മൾട്ടിപ്പിൾ ജോബ്സ് ചെയ്തിട്ടുണ്ട് എൻ്റെ പാർട്ട് ടൈമിൽ. സ്റ്റാർബക്സിൽ വർക്ക് ചെയ്തു, ടിം ഹോർട്ടൻസിൽ വർക്ക് ചെയ്തു, ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കൂൾ ബോർഡിൽ വർക്ക് ചെയ്തു, 2 സ്കൂൾ ബോർഡിലും, പബ്ലിക് സ്കൂൾ ബോർഡും കാത്തലിക് സ്കൂൾ ബോർഡിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കമ്മ്യൂണിറ്റി ലിവിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെയും 2-3 റെസ്റ്റോറൻറ്റ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവിടെ നിന്നും ഒരുപാട് പുതിയ മനുഷ്യന്മാരെ കാണാൻ പറ്റി. എല്ലാ പുതിയ മനുഷ്യന്മാരും പുതിയ സോഴ്സ് ഓഫ് ലെസൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഈവൻ നമ്മൾക്ക് നല്ലൊരു അനുഭവം തരുന്നവരാണെങ്കിൽ, നമുക്ക് നല്ല അനുഭവം അല്ല തരുന്നവരാണെങ്കിൽ പോലും നമുക്ക് അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും. സ്റ്റിൽ നമുക്ക് ഇവരെ പോലെ ആവരുതെന്നെങ്കിലും പഠിക്കാനായിട്ട് പറ്റും. സോ ഞാൻ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ നോക്കി കാണുന്നുള്ള ഒരാളാണ്. സോ ഡോണ്ട് സേ നോ ടു, ലൈക്ക് സേ യെസ് ടു ഓൾ ന്യൂ എക്സ്പീരിയൻസസ്. വീട് എന്നുള്ളത് ഇറ്റ്സ് എ റുട്ടീൻ, ഇറ്റ്സ് എ ലവ്. ഞാൻ 2 വർഷം വീട്ടിൽ നിന്ന് മാറി നിന്നപ്പം ഞാനപ്പം ഈ ഷെയർഡ് സ്പേസിലാണ് നിന്നിരുന്നത് ഇവിടെ വന്നതിന് ശേഷം. അതായത് ഒരു വീട്ടിൽ പല ബെഡ്റൂമിൽ പല പല ആൾക്കാരുമായിട്ട് കോമൺ സ്പേസ്, അതായത് കിച്ചണും ഡൈനിങ് റൂമും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യും. സോ നമുക്ക് അവിടെ ഒരു പ്രൈവസി ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ആകെ കിട്ടുന്ന ഒരു പ്രൈവസി നമ്മുടെ ബെഡ്റൂമിലായിരുന്നു. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം വി ആർ സപ്പോസ് ടു സ്റ്റേ ദെയർ. ലൈക്ക് വീട്ടിൽ തന്നെ ചിലപ്പോൾ റൂമിൽ തന്നെ പഠിക്കണം, റൂമിൽ തന്നെ ചിലപ്പോൾ ഭക്ഷണം കഴിക്കേണ്ടതായിട്ട് വരും. ഇറ്റ്സ് കൈൻഡ് ഓഫ്, എനിക്ക് അങ്ങനെ ക്ലോസ്ഡ് സ്പേസും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട് ഒരുപാട് മിസ് ചെയ്തു. നമ്മുടെ വീട്ടിലിങ്ങനെ കൗച്ചിലിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്നതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പുതിയൊരു വീടെടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇറ്റ്സ് ഫീൽ ലൈക്ക് ഓ ഗോഡ്, ഇറ്റ്സ് സോ റിഫ്രഷിങ്. അവനവൻ്റെ വീട്, അവനവൻ്റെ കൗച്ച്, TV, നമുക്ക് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു ഫ്രീഡം ഉണ്ടല്ലോ, അത് ഞാൻ ഒരുപാട് മിസ് ചെയ്തിരുന്നു. ഇപ്പോൾ എനിക്കത് വീണ്ടും കിട്ടുന്ന സമയത്ത് ഇറ്റ്സ് ഫീൽ ലൈക്ക് ഞാൻ എന്താണ് മിസ് ചെയ്തത് എന്ന് എനിക്കൊരു തിരിച്ചറിവുണ്ടായി. സോ ഹോം ഈസ് ഓൾവേസ് എൻ ഇമോഷൻ. ഹോം it's all about love and routine. I love being at home. ഇപ്പോൾ എവിടെയൊക്കെ ദൂരയാത്ര കഴിഞ്ഞ് വന്നാലും വീട്ടിൽ വരുമ്പോൾ ഒരു സുഖമുണ്ട്, ഒരു മനസ്സമാധാനമുണ്ട്. അത് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. യാത്രയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവട്ടോ. കൗച്ചിൽ വന്നിരുന്നാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിടുന്ന ഡ്രസ്സിൽ ഒരു പജാമയിൽ അന്ന് റിലാക്സ് ചെയ്താൽ മതി എന്ന് തോന്നും. സോ ഹോം ഈസ് ആൻ ഇമോഷൻ. ഞാൻ കഴിഞ്ഞ എൻ്റെ 2.5 years ഒക്കെ ഞാൻ 2 years, almost 2 years ഞാൻ നയഗ്ര ഫാൾസിലായിരുന്നു നിന്നത്. ഇറ്റ്സ് എ സിറ്റി, ഭയങ്കര സിറ്റി ലൈഫാണ്. ഞാൻ ജോലി ചെയ്യുന്നത് വേറൊരു സിറ്റിയിൽ, താമസിച്ചിരുന്ന വേറൊരു സിറ്റിയിൽ, മറ്റൊരു ജോലി ചെയ്ത് മറ്റൊരു സിറ്റിയിൽ. അപ്പോൾ ലൈക്ക് എനിക്ക് പറ്റുന്നില്ല. ഒരു ദിവസം 10-100 കിലോമീറ്ററൊക്കെ എനിക്ക് ട്രാവൽ ചെയ്യേണ്ട വരും. മൊത്തത്തിൽ ടൈമിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു.
സോറി. സോ ടൈമിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, യാത്ര ചെയ്യേണ്ട വരുമായിരുന്നു. ലൈഫ് ഇസ് സോ ഫാസ്റ്റ് എന്ന് എനിക്ക് തോന്നി. എനിക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മൂവ് ചെയ്തിട്ട് ഒന്ന് സമാധാനമുള്ള ലൈഫ് കിട്ടിയാൽ മതി എന്ന് എനിക്ക് തോന്നിയായിരുന്നു. സോ അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കണ്ട പോലെ ഇപ്പോൾ ഞാനും രാഹുലും ഉള്ളത് കാനഡയുടെ തന്നെ വളരെ സ്വീറ്റ് സ്പോട്ടായിട്ടുള്ളൊരു സ്ഥലത്താണ്. ഇവിടെ അധികം അങ്ങനെ മനുഷ്യർ മീൻസ് പോപ്പുലേഷനൊന്നും ഇല്ല. വളരെ കുറച്ച് പോപ്പുലേഷനുള്ളൊരു ബ്യൂട്ടിഫുൾ ടൗൺ. ഇവിടെ കൂടുതലും കനേഡിയൻസാണ് താമസിക്കുന്നത്. ബട്ട് ദേ ആർ സോ റിച്ച്. അവരുടെയൊക്കെ വീട് കാണാം, ഭയങ്കര വലുതാണ്. അതായത് അവർ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള കാട്ടിനകത്ത്, അതായത് സീരിയസ് ആയിട്ട് പറയണം, കാടെന്ന് ഞാൻ തമാശയ്ക്ക് പറയല്ല, കാടിനകത്ത് റോട്ടിൽ നിന്ന് മാറി ഒരു 3-4 കിലോമീറ്റർ ചിലപ്പോൾ അകത്തേക്കൊക്കെ പോകേണ്ടതായിട്ട് വരും. ഈ ടൗണ് വിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള വീടുകളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അവർ ഭയങ്കര പ്രൈവറ്റ് സ്പേസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഇതുപോലൊരു ടൗണിലേക്ക് വന്ന് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലത്തേക്കും കുറച്ചുകൂടെ നല്ല വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലും ഞാൻ വന്നപ്പം ഇപ്പോൾ എനിക്കൊരു ഭയങ്കര സമാധാനമുണ്ട്. ലൈഫ് ഈസ് ഓൾ അബൌട്ട് പീസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഐ കൈൻഡ് ഓഫ് റിയലി എൻജോയിങ് ദിസ് പീസ്, സറൗണ്ടഡ് വിത്ത് സം ഗുഡ് പീപ്പിൾ ആൻഡ് ഗുഡ് എനർജി. സോ ഇറ്റ്സ് പീസ് ഇറ്റ് മാറ്റേഴ്സ്. ഞാൻ പ്രേമിക്കുകയില്ല, കല്യാണമേ കഴിക്കില്ല, എനിക്ക് പ്രേമം തന്നെ ഇഷ്ടമല്ല, ആണുങ്ങളെ തന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് നടന്നൊരു ടൈപ്പായിരുന്നു ഞാൻ. എനിക്കിപ്പോൾ അത് പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നു. എന്നെ പണ്ട് മുതലേ അറിയുന്നവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇരുന്ന് ചിരിക്കുന്നുണ്ടാകുമെന്ന് എനിക്കറിയാം. ബട്ട് ലൈഫിൽ ഒട്ടും പ്രിപ്പയർഡ് അല്ല, കല്യാണത്തിനോട് കുറിച്ചും ആലോചിക്കുന്നില്ല. ഈവൻ ഡേറ്റിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനൊന്നും ഒട്ടും അങ്ങനെ ഒന്നും ആലോചിക്കാത്തൊരു സമയത്താണ് എൻ്റെ ലൈഫിലേക്ക് എൻ്റെ ഒരു പാർട്ട്ണർ കയറി വരുന്നത്. സോ my partner taught me bring me to a new life. പുതിയൊരു ലോകം എനിക്ക് തുറന്നു തന്നു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് പഠിച്ചു. എന്താ പറയുക, സോ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ലവ് ഈസ് നോട്ട് അബൌട്ട് സിനിമയിൽ കാണുന്ന പോലെ ബട്ടർഫ്ലൈസും അങ്ങനെയൊന്നുമല്ല. ആ റിയൽ ലവ് ഇറ്റ് മസ്റ്റ് ബി വെരി കാം, വെരി സപ്പോർട്ടീവ്, അല്ലെങ്കിൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഗ്രോത്ത് ഓറിയൻറ്റഡ്. ഇപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം വി ലവ് എ ഗ്രോത്ത് എന്നുള്ളതാണ്. സോ മേ ബി ചിലപ്പോൾ അത് മാത്രമായിരിക്കും ചിലപ്പോൾ എന്നെ ഈ റിലേഷൻഷിപ്പിൽ ഹോൾഡ് ചെയ്യുന്നത്. എനിക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. സോ ഈ റിയൽ ലവ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഹാഷ് പൂഷ് ബട്ടർഫ്ലൈ അങ്ങനെയൊന്നും ആയിരിക്കില്ല. വളരെ സിമ്പിളായിട്ട് കാമായിട്ട് ചിലപ്പോൾ നമ്മൾ രണ്ടുപേരുടെയും സൈലൻസ് നമ്മൾ രണ്ടുപേരും എൻജോയ് ചെയ്യുന്ന സമയമുണ്ട്. ഒന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനില്ലാത്ത നിമിഷങ്ങളിൽ പോലും there is that commitment exist. So love is another lesson. Building life from scratch. ഇവിടെ വന്നിട്ട് എനിക്ക് ഇവിടെ ഒരാളെയും ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. എനിക്കിവിടുത്തെ ആരും അറിയില്ലായിരുന്നു, എനിക്ക് ഒരു കോണ്ടാക്ട്സും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് ഒന്നുമില്ല, വട്ടപൂജ്യത്തിൽ നിന്ന് തുടങ്ങുമ്പോഴുണ്ടല്ലോ ഇറ്റ്സ് കൈൻഡ് ഓഫ് വെരി സ്ട്രഗ്ലിങ്, വെരി ചാലഞ്ചിങ്. നമ്മൾ അല്ലെങ്കിൽ വീഡിയോയിലോ അല്ലെങ്കിൽ നോക്കിക്കാണുന്ന പോലെ ഒരു സുഖമല്ല. ഈ പറയുന്ന ഇങ്ങനൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായി വന്ന് നിൽക്കുന്നത്, ഇവിടെ സർവൈവ് ചെയ്യുന്നതോ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പുതിയൊരു നമ്മുടെ ഒരു ഭൂപ്രകൃതി പോലുള്ള രാജ്യം പോലും അല്ല. ഇവിടുത്തെ കഠിനമായ തണുപ്പും കാലാവസ്ഥയൊക്കെ തരണം ചെയ്തിട്ട് നമ്മൾ ജീവിക്കുന്നത് കുറച്ച് ചാലഞ്ചിങ് ആണ്. സോ ഒരു ജീവിതം ഒരു വട്ടപൂജ്യത്തിൽ നിന്ന് തുടങ്ങുന്നത് എൻ്റെ ലൈഫിലുള്ള ചെറിയ വിൻസ്, ചെറിയ നേട്ടങ്ങളെയൊക്കെ എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ചെറിയ നേട്ടങ്ങളും ഞാൻ അക്നോളജ് ചെയ്യാൻ വേണ്ടി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ഓൾവേസ് അബൌട്ട് നമ്മുടെ ഫൈനൽ ഗോളല്ല, നമ്മൾ ആ ഫൈനൽ ഗോളിലേക്ക് എത്തുന്ന നമ്മുടെ ആ പ്രോസസ്സ് ഉണ്ടല്ലോ, അതിലേക്ക് എത്തുന്ന ഓരോ ചുവടുകളും ഓരോരോ സന്തോഷമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം എനിക്കാണെങ്കിൽ ഈ കണ്ടൻറ് ക്രിയേഷൻ തുടങ്ങിയതിന് ശേഷം ഈ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ആദ്യത്തെ എനിക്കൊന്നും അറിയാത്തൊരു സ്പേസിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. ഞാൻ എവിടെ വേണമെങ്കിലും അത് പറയും, എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഫോണിൽ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്ത് തന്നതൊക്കെ രാഹുൽ ആണ്. എനിക്കറിയില്ലായിരുന്നോ ഇൻസ്റ്റാഗ്രാമിൽ എന്താ നടക്കുന്നതെന്ന് പോലും. ബട്ട് അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഒരു ദിവസം അതിന് വേണ്ടി ഞാൻ ടൈം മാറ്റി വെച്ചിട്ടുണ്ട്. സോ
അപ്പോൾ അങ്ങനെ ഒരു എഫേർട്ടൊക്കെ എടുത്തിട്ട് നമ്മൾക്ക് ഓരോ വിൻ ചെയ്യില്ല. അപ്പോൾ ഒരു 1K 2K 3K 10K എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ചിലപ്പോഴൊക്കെ എനിക്കൊരു ടൈം പീരീഡ് എൻ്റെ കയ്യിൽ ഒരു അക്കൗണ്ടിൽ അതായത് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോയും കാര്യങ്ങളും ആക്റ്റീവായിട്ട് പോലും എനിക്കൊരു എന്താ പറയുക റിസൾട്ട് വരാത്തൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ലൈക്ക് ഫൈനൽ ഗോൾ. നമ്മൾ ആ ഗോളിലേക്ക് എത്തിച്ചേർന്ന ഓരോ ജേണിയും ഓരോരോ ചുവടുപടികളും ഒക്കെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ളത്, നമ്മളെ ചെറിയ ചെറിയ വിൻസൊക്കെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണെന്ന് ഞാൻ അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. സോ അതൊരു കാര്യം. ബഡ്ജറ്റിങ്ങിനെ കുറിച്ചാണ് മറ്റൊന്ന് പറയാൻ. മുമ്പത്തുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊന്നും നമ്മുടെ സ്കൂളിലൊന്നും പഠിപ്പിച്ചിട്ടില്ല. ബട്ട് നമ്മൾക്ക് ഓരോ മനുഷ്യനും വേണ്ട ഒരു ബേസിക് സ്കില്ലാണ് ബഡ്ജറ്റിങ്. ഇപ്പം എല്ലാവർക്കും ജോലി കിട്ടുമായിരിക്കും, പൈസയും സമ്പാദിക്കാൻ അറിയാം. പക്ഷെ പൈസ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് എത്ര പേർക്ക് അറിയും എനിക്ക് അറിഞ്ഞൂടാ. സോ ഇവിടെ വന്നിട്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു നേട്ടം ഉണ്ടായി. ഇത് ഞാൻ എന്താ പറയുക, എനിക്ക് കുറച്ച് നാട്ടിലൊക്കെ ട്യൂഷൻ എടുത്ത് നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും കയ്യിൽ കിട്ടുന്ന വരുമാനം എങ്ങനെ ചെലവ് ചെയ്തു എന്നുള്ളതെങ്കിലും ഞാൻ എഴുതി വയ്ക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. മേ ബി അത് തന്നെയായിരിക്കും ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ബഡ്ജറ്റിംഗ് ഒരു അടിപൊളി ഒരു സ്കില്ലാണ് ഞാൻ പഠിച്ചെടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. വരവ് ചെലവ് കണക്കുകൾ, അല്ലെങ്കിൽ എവിടെ നമ്മൾ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്തു, എവിടെ കുറവായിട്ട് സ്പെൻഡ് ചെയ്തു, ഇനി എവിടെ കുറയ്ക്കണം, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യുക, സേവിങ്സ് ഹാബിറ്റുകൾ ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ബഡ്ജറ്റിങ്ങിലൂടെ ഞാൻ പഠിച്ചതാണ്. സോ ഐ റിയലി റെക്കമെൻഡ് യു. ലൈക്ക് ഒരുപാട് സോഴ്സുകളുണ്ട്. എങ്ങനെയാണ് ബേസിക്കായിട്ട് തുടങ്ങും, പെന്നിലും പേപ്പറിലും എവിടെയെങ്കിലും എഴുതി വെച്ചാലും കൂടെ മതി. സോ ബഡ്ജറ്റ് ചെയ്യുന്നതെന്നുള്ളത് വൺ ഓഫ് ദ ഒരു ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ്. സോ അത് ഞാൻ എൻ്റെ ഈ 20s ഞാൻ പഠിച്ചെടുത്ത് നല്ലൊരു സ്കില്ലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുമ്പം പ്രത്യേകിച്ച് ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ലൈഫ് ബേസ് ചെയ്ത് തന്നെ പറയാം. ഇവിടെ നമ്മൾ തന്നെ എല്ലാം ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എൻ്റെ കറൻറ്റ് ലൈഫ് സ്റ്റൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഹൗസ് ഹോൾഡ് മാനേജ് ചെയ്യുകയാണെങ്കിലും, കണ്ടൻറ് ക്രിയേഷൻ ചെയ്യുന്നതാണെങ്കിലും, ജോലിയുടെ കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യുന്നതാണെങ്കിലും, ഞാൻ ഹെൽത്ത് കെയറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും എനിക്ക് ഒരുപാട് ഓഫീസ് വർക്കുകളാണുള്ളത്. സോ എല്ലാവരും കൊണ്ട് ചില കാര്യങ്ങൾ അസൈൻ ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുന്നതൊക്കെ എൻ്റെ ജോലിയുടെ ഭാഗമാണ്. സോ വർക്ക് പ്ലേസിലായാലും ശരി, വീട്ടിലുള്ള കാര്യങ്ങളായാലും ശരി, എൻ്റെ പാഷൻ ഇപ്പോൾ ഇതിനകത്തായാലും ശരി, ഇതൊക്കെ മാനേജ് ചെയ്യണം. ഇപ്പം അത് ഒട്ടും വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെയ്യുന്നവരും ഉണ്ട്, എനിക്കറിയാം. ബട്ട് കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ചെയ്യുന്നത് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് എഫേർട്ട് ടു. നമ്മളത് കൺസിസ്റ്റൻ്റായി ചെയ്ത് വന്നിട്ട് അവസാനം അത് ഭയങ്കര ഓവർവെൽമായി, അയ്യോ എക്സോസ്റ്റഡ്, അയ്യോ എനിക്കിത് ചെയ്യാൻ പറ്റില്ലേ എന്ന് പറയുന്നതിലല്ല ഒരു കാര്യങ്ങൾ കുറച്ചുകൂടെ പ്രാപ്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ എനിക്ക് ടൈം മാനേജ്മെൻറ്റ് വളരെ ഒരു നല്ലൊരു ലൈഫ് സ്കില്ലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന്, ഞാൻ എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴും അങ്ങനെയാണോ ചോദിച്ചാൽ അങ്ങനെയല്ല, ഞാൻ ടു ഡു ലിസ്റ്റൊക്കെ എഴുതാറുണ്ട്. ചിലപ്പോൾ ട്രാക്ക് ചെയ്യാൻ വിട്ടു പോകാറുണ്ട് പല കാര്യങ്ങളും. സോ ടൈം മാനേജ്മെൻറ്റ് ഈസ് അനദർ ലൈഫ് ലെസൺ ദാറ്റ് ഐ ലേൺഡ്. ആൻഡ് അത് നമ്മൾക്ക് ഓവർവെൽം ചെയ്യാതെ പല കാര്യങ്ങളും ചെയ്യാനൊക്കെ സമയം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു എന്ന് വേണം പറയാൻ. നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സമയത്തിന് അത്രയും വില ഉണ്ടാവില്ല. ബട്ട് ഇവിടെ സമയത്തിന് വളരെ വളരെ വലിയൊരു വിലയുണ്ട്. കാരണം നമ്മുടെ ലൈഫ് ഭയങ്കര ഒരു ഫാസ്റ്റ് പേസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോലി, വീട്, ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ മാനേജ് ചെയ്യുന്നത്. സോ മാനേജിങ് എവറിത്തിങ് അറ്റ് വൺ ടൈം ഇസ് നോട്ട് വെരി ഈസി. ബട്ട് വളരെ നല്ലൊരു രീതിയിൽ ടൈം മാനേജ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് സൂപ്പറാണ്. നോട്ട് എവറി വൺ ക്ലാപ്സ് വെൻ യു ഗ്രോ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള അനുഭവമുള്ള കാര്യമാണ്. ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഫ്രണ്ട്സായിരിക്കും, നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിരിക്കും, എല്ലാവരും ഉണ്ടാകുമായിരിക്കും. പക്ഷേ എത്ര പേര് നമ്മളുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ്. സോ അതൊരു ലൈഫ് ലെസനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നോ നമ്മളുടെ വളർച്ചയിൽ അവർ അഭിമാനം കൊള്ളണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. സോ
അങ്ങനെയാണ്. നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാനും എൻ്റെ തോട്ട്സും എൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയാനും ഇറ്റ് ഗേവ് മീ ആൻ ഓപ്പൺ പ്ലാറ്റ്ഫോം ടു ഷെയർ ഓൾ മൈ എക്സ്പീരിയൻസസ്, ടു ഷെയർ മൈ വോയിസ്, ടു ഷെയർ മൈ തോട്ട്സ്, എവറിതിങ്. സോ അതൊരു പുതിയൊരു അനുഭവമായിരുന്നു. എനിക്ക് മറ്റാരേക്കാളും എൻ്റെ കമ്പനി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി, ടു ബി ഹോണസ്റ്റ്. ഐ റിയലി എൻജോയ് മൈ കമ്പനി. എനിക്ക് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകുന്നതും ഇങ്ങനെ, ഇപ്പോൾ നമുക്ക് ഇവിടെ ആരും ഇല്ല, ഞാനിവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഐ റിയലി എൻജോയ് മൈ കമ്പനി. അതേപോലെ ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാനും എൻ്റെ വിശേഷങ്ങളൊക്കെ പറയാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ റിയലി എൻജോയിങ് ഇറ്റ്. ഹോപ്പ് യു എൻജോയ് ടു. ഐ ലേൺ ടു പ്രൊട്ടക്ട് മൈ എനർജി എന്ന് വെച്ചാൽ അതെങ്ങനെയാ പറഞ്ഞു തരിക? നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളൊരു ദിവസം 1000 ആൾക്കാരെ കാണും, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ കാണും. അവർക്കൊക്കെ നമ്മളുടെ സെയിം വൈബും നമ്മളുടെ അതേ തോട്ട് പ്രോസസ്സും ഒന്നും ആയിരിക്കില്ല. പലർക്കും പല അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവും. സോ അനാവശ്യമായിട്ട് എല്ലാവരുടെ അടുത്തും പോയി, അല്ലെങ്കിൽ ഇത്ര ആൾക്കാരെ കാണുന്നതിൻ്റെ ഇടയിലും ഇത്ര ആൾക്കാരുടെ സോഷ്യൽ ലൈഫിനിടയിലും ഐ ലേൺഡ് ഹൗ ടു പ്രൊട്ടക്ട് മൈ എനർജി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നിൽക്കാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ചില വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മളുടെ ക്ലോസായി നിൽക്കുകയാണെങ്കിൽ അങ്ങനെ. അപ്പോഴും നമ്മൾ പ്രയോറിറ്റി ചെയ്യുന്നത് ആരെയാണ്? നമ്മളെ തന്നെയാണ്. സോ ഐ ആം ദ പ്രയോറിറ്റി ഓഫ് മൈസെൽഫ്. ഞാനാണ് എൻ്റെ പ്രയോറിറ്റി. സോ എന്ത് തന്നെ വന്നാലും, ഏതൊരു ബാഡ് എനർജിയിൽ എത്ര മോശമുള്ള ആൾക്കാരുടെ ഇടയിൽ സറൗണ്ട് ചെയ്താലും, എനിക്കിപ്പോൾ എന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് അവിടെ നിന്ന് മാറി നിൽക്കാൻ, അല്ലെങ്കിൽ ഐ ലേൺ ദാറ്റ് ലൈക്ക് ടു പ്രൊട്ടക്ട് മൈ എനർജി. സോ ഐ എം ഗിവിങ് മോസ്റ്റ് ഇമ്പോർട്ടൻസ് ടു മൈ സെൽഫ്. ഇവിടെ നിന്ന് മറ്റെന്തിനേക്കാളും എൻ്റെ പീസ് ഓഫ് മൈൻഡാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് കാര്യം ഞാൻ പഠിച്ചു. ഐ ലേൺ ടു ലവ് മൈ സ്കിൻ. ഐ ലേൺ ടു ലവ് ഹൗ ഐ ലുക്ക്, ഹൗ ഐ ക്യാരി മൈ സെൽഫ്. എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് ഒരുപാട് കളർ ഷെയ്മിങ് ഒക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ക്ലോസ് ഫാമിലിയിൽ നിന്നും അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്നും എല്ലാവരിൽ നിന്നും. സ്റ്റിൽ ഇപ്പം ഞാനിത് പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്ന കാര്യം, എൻ്റെ ഒരു കോവർക്കറിനോട് ഞാനിങ്ങനെ സംസാരിച്ചിരുന്നു, എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു വന്നപ്പം ഇപ്പോൾ ഇവിടെ അവരിങ്ങനെ ഈ പറഞ്ഞ പോലെ ഇവിടെ ഉള്ളൊരു ബ്രൗൺ സ്കിന് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ കരിവാളിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകും. നമ്മുടെ നാട്ടിലും ഇപ്പോൾ സൂര്യ വെളിച്ചത്തിൽ വന്ന് അവരിങ്ങനെ കിടക്കുന്നതൊക്കെ സ്കിൻ ടാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ നിറം ഇല്ലയെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരുപാട് ഷെയിം ചെയ്യിക്കുന്നുണ്ട് എന്നുള്ള എനിക്കിങ്ങനെ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരത്തെ എന്നോട് ചോദിച്ചു, അതെന്താ ഇന്ത്യയിലെല്ലാവരും ബ്രൗൺ തന്നെയല്ലേ, ഇന്ത്യയിലെല്ലാവരും വൈറ്റ് ആണോ എന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർ തന്നെയാണ് നമ്മൾക്ക് ഏറ്റവും വലിയ എന്താ അതിന് പറയാ, നമ്മളുടെ ലുക്കിനെയും നമ്മളുടേതിനെയും നമ്മുടെ കൂട്ടത്തിലുള്ളവർ, അതേപോലെ നമ്മളെപ്പോലെ തന്നെ ബ്രൗൺ സ്കിന്നിലുള്ളവരും അല്ലെങ്കിൽ നമ്മുടെ അതേ കാറ്റഗറിയിലുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെയായിരിക്കും നമ്മളുടെ ഏറ്റവും വലിയ നമുക്ക് ബാഡ് എക്സ്പീരിയൻസ് തന്നിട്ടുണ്ടാവുക. ബട്ട് ഇവിടെ വന്ന് ഞാൻ പഠിച്ചത്, ഇവിടെ നമ്മൾ ഓരോരുത്തർ കടന്നു പോകുന്നവർ ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നല്ല കോംപ്ലിമെൻറ്റ് തരും. നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല കോംപ്ലിമെൻറ്റ് തരും, നല്ല എല്ലാ കാര്യത്തിനും. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് ലവിങ് മൈ സ്കിൻ, മൈ കളർ. ഇതിനു മുമ്പൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു, അയ്യോ നിറമില്ലല്ലോ എന്ന്. കുറേ നാൾക്ക് മുമ്പ് അങ്ങനെ ഒരു കുഞ്ഞു നാളിലൊന്നും അറിയില്ലല്ലോ എന്താ ശരി എന്താ തെറ്റെന്നൊന്നും അറിയില്ല. അപ്പോഴൊക്കെ എനിക്കതൊരു വിഷമം ഉണ്ടായ ഒരു കാര്യമായിരുന്നു. ബട്ട് ഇനിയിപ്പോൾ എന്ത് തന്നെ സംഭവിച്ചാലും എനിക്ക് എൻ്റെ സ്കിൻ ടോൺ അല്ലാതെ വേറെ ഒന്നും എനിക്കിഷ്ടമല്ല എന്ന് വേണമെങ്കിൽ പറയാം. സോ ഐ സ്റ്റാർട്ടഡ് ലവിങ് മൈ സ്കിൻ, മൈ കളർ, ഹൗ ഐ ലുക്ക്. പിന്നെ നിങ്ങൾ ചോദിക്കും ഈ സ്കിൻ കെയറൊക്കെ ചെയ്യുന്നിട്ട് എന്താ നിറം വെളുക്കാത്ത, അങ്ങനെ ചോദിച്ച കമൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പറയാം, ആരാ പറഞ്ഞേ സ്കിൻ കെയർ ചെയ്യുന്നത് വെളുക്കാനാണെന്ന്? അതൊരു തെറ്റായ ധാരണ. സ്കിൻ കെയർ ചെയ്യുന്നത് നമ്മളുടെ സ്കിൻ ടേക്ക് കെയർ ചെയ്യണം, ആൻഡ് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ സെൽഫ് കെയർ ടു. അതാണ് ഒരു കാര്യം. സോ ഇപ്പോൾ ഐ ക്യാരി മൈ സെൽഫ്
അല്ല ലൈക്ക് എനിക്ക് എന്താ പറയുക, എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ മറ്റെന്തിനേക്കാളും എൻ്റെ ബോഡി ടൈപ്പും അല്ലെങ്കിൽ എൻ്റെ കളറും അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ ഹൗ ഐ ലുക്ക്, ഐ റിയലി ലവ് വാട്ട് ഐ ആം. സോ അത് വളരെ വൈകി വന്നൊരു തിരിച്ചറിവാണ്. ബട്ട് ആ തിരിച്ചറിവ് ഞാൻ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു എന്ന് വേണം പറയാൻ. അതിന് വലിയൊരു പങ്ക് കനേഡിയൻസിനും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ദേ മെയ്ഡ് മീ തിങ്ക് ഓഫ് മൈ റൂട്ട്സ്, മൈ കളർ, മൈ സ്കിൻ, മൈ ബോഡി. സോ അതൊക്കെ എന്നെ തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. നൗ ഐ റിയലി ലവ് വാട്ട് ഐ ആം. 20s തുടക്കത്തിൽ മുതൽ വേണമെങ്കിൽ സെൽഫ് കെയറിനെ കുറിച്ചൊക്കെ ഞാൻ അവെയർ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനൽസൊക്കെ നോക്കിയിട്ടും ഓക്കെ. ബട്ട് അത്രയധികം വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല, അല്ലെങ്കിൽ സെൽഫ് കെയർ എല്ലാവരുടെ ലൈഫിലും ഒരു ആവശ്യമുള്ള കാര്യമാണെന്നൊന്നും എനിക്ക് അങ്ങനെ വലിയ മനസ്സിലായിരുന്നില്ല. ബട്ട് ഇപ്പോൾ ഞാൻ അതിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു കാര്യമാണ്. ഈ ഓട്ടം പിടിച്ച ജീവിതത്തിലും നമ്മൾ വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തുക. ഐ ലവ് ടു സോഷ്യലൈസ്. എനിക്ക് പുറത്ത് പോകുന്നതും ആൾക്കാരെ കാണുന്നതും സംസാരിക്കുന്നതൊക്കെ തന്നെയാണ് ഇഷ്ടം. ബട്ട് ഐ സ്റ്റിൽ ലവ് മൈ ക്വൈറ്റ് ടൈം. ഐ ലവ് ടു ടേക്ക് കെയർ ഓഫ് മൈ സെൽഫ്. ഐ ലവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ബോഡി, മൈ സ്കിൻ, മൈ കളർ. അല്ലെങ്കിൽ ഐ ലവ് ടു ട്രീറ്റ് മൈ സെൽഫ്. അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഇതെല്ലാം ചേർന്നതാണ് സെൽഫ് കെയർ എന്ന് പറയുന്നത്. സോ എൻ്റെ ലേറ്റ് 20s അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് സെൽഫ് കെയർ. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഒരാളോട് പോയി ചോദിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവരെന്ത് വിചാരിക്കും, എനിക്ക് ഈ നിസ്സാര കാര്യം അറിഞ്ഞില്ലെങ്കിൽ എന്താ വിചാരിക്കുക, അങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പം അങ്ങനെയല്ല, ഒരുപാട് മാറി. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ജോലി സ്ഥലത്ത് പോയപ്പോൾ തന്നെ അവരോട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, എവ്രി വൺ ഈസ് വെരി ഫ്രണ്ട്ലി. ബട്ട് പോയ അന്ന് തന്നെ ഞാൻ പറഞ്ഞു, ഹലോ എവ്രി വൺ, ഞാൻ അശ്വിനി. എൻ്റെ ഇംഗ്ലീഷ് അടിപൊളിയാണെന്ന് അവർ ആദ്യം വന്നത് പറഞ്ഞു. യുവർ ഇംഗ്ലീഷ് ഈസ് റിയലി ഗുഡ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ വീണ്ടും ഓർപ്പിച്ചു, ഐ നോ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, ബട്ട് ഐ എം എ ന്യൂ ഇമിഗ്രൻറ്റ് ഹിയർ. ഞാൻ പുതിയതായിട്ട് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ഒരാളാണ്. സ്റ്റിൽ ഐ സ്ട്രഗിൾ ടു ഗെറ്റ് യുവർ സ്ലാങ്സ്. ഇവർക്ക് കനേഡിയൻസിന് പല രീതിയിലുള്ളൊരു സ്ലാങ് ഉണ്ട്. സ്ലാങ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, തിരുവനന്തപുരത്ത് പറയുന്ന ഭാഷ എല്ലാം മലയാളമാണ്, ബട്ട് കാസർഗോഡ് എന്ന് പറയുന്നതും മലയാളമാണ്. ബട്ട് ചിലവർക്ക് സ്ലാങ് ഉണ്ടാവില്ലേ, അതുപോലെ ഇവർക്ക് കനേഡിയൻസ് ഭയങ്കര സ്ട്രോങ് സ്ലാങ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ വർത്തമാനത്തിൽ ഒരുപാട് ഇങ്ങനെ ഫ്രേസസ് ഉപയോഗിക്കും, പലതും കണക്ട് ചെയ്തിട്ട്. അതൊന്നും കിട്ടില്ല. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, ഐ കനോട്ട് ഗെറ്റ് യുവർ ക്ലീഷേ ഓർ ലൈക്ക് സ്ലാങ്സ് ഓർ യുവർ ഫ്രേസസ്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കും, ഐ മൈറ്റ് ആസ്ക് യു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം അവരെന്തെങ്കിലും ഫ്രേസസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ അവരെങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവരെനിക്കിപ്പോൾ പറഞ്ഞുതരും. അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് കയറുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, ഇതുപോലെ പുതിയതായിട്ട് വന്നതാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് എഫേർട്ട്ലെസ്ലി ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ എനിക്കറിയില്ല, ഇവിടുത്തെ രീതികളെക്കുറിച്ച് എനിക്കറിയില്ല. സോ ഐ മൈറ്റ് ട്രബിൾ യു ഫോർ ദാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യകാലങ്ങളിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അറിയില്ല എന്ന് പറയാൻ ഭയങ്കര ഒരു ശരിയാണോ, അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയണം എന്ന് നിർബന്ധമില്ല. ആൻഡ് ഇറ്റ്സ് ഓക്കെ ടു ആസ്ക് ഫോർ ഹെൽപ്പ്. ഇറ്റ് ഡസൻറ്റ് മേക്ക് യു വീക്ക്. അത് ഞാൻ ഇവിടെ നിന്ന് പഠിച്ച മറ്റൊരു കാര്യം. ജോലി എടുക്കുക എന്നുള്ളത് മാത്രമല്ല ലക്ഷ്യം. നമ്മളെങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അതായത് ഒരു വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അതുപോലെ. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ലൈഫ് ടു. അതിപ്പോൾ വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ടൊരു ബാലൻസ് ഡയറ്റ് ഫോളോ ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, ജോലിയിൽ നല്ല രീതിയിൽ ഇതാവുക, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ബാലൻസിങ് ബോത്ത് എന്നുള്ളത് മനസ്സിലായി. ട്രഡീഷൻസ് ക്യാൻ ബി ഇവോൾവ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം.
ഇപ്പം നാട്ടിൽ നിൽക്കുമ്പോൾ നാട്ടിലുള്ള ട്രഡീഷൻസും കൾച്ചേഴ്സ് ആക്ടിവിറ്റീസിലൊക്കെ എത്രത്തോളം ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. നാട്ടിലുള്ളപ്പോൾ ഞാൻ ഒരു വട്ടം പോലും സാരി ഉടുത്തിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 വട്ടം നാട്ടിൽ സാരിയൊക്കെ ഉടുത്തിട്ടുള്ളൂ. ബട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുന്നത് സാരി ഉടുക്കാനാണ്. എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള വൺ ഓഫ് മൈ അറ്റയർ ഇസ് സാരി. ഇപ്പോൾ ഇവിടെ വന്നിട്ട് പഠിച്ചൊരു കാര്യം, ഇറ്റ്സ് you can be modern and still you can be traditional as well. എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും തോന്നുന്നു. I can be modern and I can be traditional too. So I'm balancing both. I love both. Like modern എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ വസ്ത്രധാരണത്തിൽ മാത്രമല്ല, ഒരു ഫോർവേഡ് തിങ്കിങ്ങിലും ലോകം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ചിന്തയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട്, അതായത് ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യാനും പറ്റണം. At the same time, I love my country, I love my place, I love all the tradition. അത് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് ഇപ്പോൾ നാട്ടിലെ കാര്യങ്ങളും ട്രഡീഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂസും ഒക്കെ മനസ്സിലാവുന്നത്. സോ നൗ I really enjoy being modern and as well as traditional too. സോറി, ഞാൻ ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആകുന്നു, കാരണം എൻ്റെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്. നടക്കാനും ഓടാനും സൈക്ലിങ്ങിനും പട്ടിയും കുട്ടിയും സ്കേറ്റിംഗ് ബോർഡുമായിട്ടൊക്കെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് സോ നൈസ്. ഒരുപാട് പേര് ഇപ്പം പുറത്തോട്ടൊക്കെ ഇറങ്ങി. കാരണം എന്താ, 7-8 മാസത്തോളം നമ്മളിവിടെ കഠിനമായ തണുപ്പൊക്കെ കാരണം എല്ലാവരും വീട്ടിനകത്ത് ഇറങ്ങി. ഇപ്പം ഇങ്ങനെ ഒരു സൺലൈറ്റ് കിട്ടപ്പോൾ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അപ്പം അതുകൊണ്ട് എല്ലാവരും പുറത്താണ്. ഗ്രോത്ത്, വളർച്ച എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പോൾ വീട്ടുകാരുടെ ചിലവിന് ഞാൻ ഇവിടെ കംഫർട്ടബിൾ ആണ് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. അല്ലെങ്കിൽ എൻ്റെ അമ്മ തന്നൊരു ഓപ്ഷനായിരുന്നു, നീ ഒരു കനേഡിയനെ അല്ലെങ്കിൽ കാനഡയിൽ ജോലി ചെയ്യുന്ന ഒരാളെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടല്ലോ, അവിടെ പോയി സെറ്റിൽ ചെയ്ത പ്രശ്നം അത്രയല്ലേ ഉള്ളൂ. ബട്ട് അതെനിക്കിപ്പോൾ ആലോചിക്കും തമാശ ചിരിയാണ് വരുന്നത്. ബട്ട് ഈ കാണുന്ന കംഫർട്ട് സോണിന് ഞാൻ പുറത്ത് വന്നില്ലെങ്കിൽ ഇപ്പോൾ കാണുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ എനിക്ക് എക്സ്പീരിയൻസോ ഇറ്റ്സ് ഓൾ അബൌട്ട് എക്സ്പീരിയൻസ്. ഇപ്പോൾ പൈസ ഉണ്ടാക്കുന്ന മാത്രമല്ല അല്ലേ, ഇറ്റ്സ് ഓൾ അബൌട്ട് എക്സ്പീരിയൻസ്. ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻറ്റ് പീരീഡ് വന്ന് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരുമ്പോഴേ നമുക്കൊരു വളർച്ച ഉണ്ടാവുള്ളൂ. സോ ടു ബി ഓപ്പൺ, ലൈക്ക് നമ്മുടെ കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കാതെ പുറത്തോട്ട് ഇറങ്ങാൻ പഠിച്ചു. ആദ്യകാലം കുഞ്ഞുനാളിൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ 24 വയസ്സിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞ് ജോലി വാങ്ങിക്കുന്നു, 25 വയസ്സിൽ ഞാൻ കല്യാണം കഴിക്കുന്നു, 26-ാമത്തെ വയസ്സിൽ എൻ്റെ ആദ്യത്തെ കൊച്ച്, 28-ാമത്തെ വയസ്സിൽ എനിക്ക് 2ാമത്തെ കൊച്ച് എന്നൊക്കെ. എവറിത്തിങ് വാസ് എ പ്ലാൻഡ്, എല്ലാവരും പോലെയൊക്കെ. ബട്ട് ഇതിലൊന്നും സംഭവിച്ചില്ല, ഒന്നും. ബട്ട് സ്റ്റിൽ ഐ എം സോ ഹാപ്പി. ഇപ്പോഴത്തെ എൻ്റെ ലൈഫിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ ഇറ്റ്സ് ഓക്കെ ഇഫ് യു ഡിഡ് നോട്ട് ഫിഗർ എവറിത്തിങ് ഔട്ട്, ഇറ്റ്സ് സ്റ്റിൽ ഓക്കെ, ഇറ്റ്സ് സ്റ്റിൽ ഫൈൻ. നിങ്ങളുടെ ആ ഫ്ലോയിൽ പോകുന്ന ലൈഫിനും എന്തുണ്ട്, സന്തോഷം കൊണ്ടുതരാൻ നിങ്ങൾക്ക് വേണ്ടി പറ്റും. സോ ഇറ്റ്സ് ഓക്കെ. ഇപ്പം ഞാൻ ഭയങ്കര ചില്ലാണ്, എനിക്ക് അങ്ങനെ വലിയ രീതിയിലൊന്നും ഞാൻ സ്ട്രെസ്സൊന്നും എടുക്കാറൊന്നുമില്ല. ആൻഡ് ഐ ഫൈൻഡ് എന്തായി പറഞ്ഞ പോലെ ഇപ്പോൾ ലൈഫിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം വരുവാണെങ്കിൽ പോലും അവിടെ നിന്ന് മനസ്സിലാക്കും, ഓക്കെ ഇത് നമ്മൾ എന്തായാലും ഓവർകം ചെയ്യും, അതെത്ര ബുദ്ധിമുട്ടിയാലും ഓവർകം ചെയ്യും. അപ്പോൾ നമുക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം, നമുക്ക് റെസ്പെക്റ്റും തോന്നും. ഐ വിൽ ബി സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്, സോ ഐ ടു ഓവർകം ദിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. സോ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. The 20 things that I learned from my 20s. Wow, it's quite a journey. Thank you so much for all the support, and thank you for listening to all my stories. Thank you for watching this video. വീഡിയോൻ്റെ ഈ ഭാഗം വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ a lot thanks, a big hug. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും